ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും ജയം ജനയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ബസൂക്കയുടെ ഏറ്റവും പുതിയൊരു പോസ്റ്റർ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറയാനുണ്ട്. പക്ഷെ അതിനു മുമ്പ് ചെറിയ രണ്ട് കാര്യങ്ങളൊന്ന് പറഞ്ഞു പോകണം തോന്നി. ഒന്നാമത്തെ കാര്യം ഒരു രണ്ട് ചോദ്യങ്ങളെ കുറിച്ചുള്ള ഒരു മറുപടിയാണ്. അത് ചോദ്യം ഇതാണ്: ഒന്ന്, ഏറ്റവും കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല? ഒരുപാട് അപ്ഡേറ്റുകൾ ഉൾപ്പെടുത്താത്ത എന്താണ് ബ്രോ? ഉൾപ്പെടുത്തിക്കൂടെ എന്നുള്ളത്. രണ്ട്, നിങ്ങൾക്ക് നല്ല അപ്ഡേറ്റിന് ക്ഷാമം ഉണ്ടല്ലേ, അപ്ഡേറ്റ് കിട്ടാത്ത ബുദ്ധിമുട്ടുണ്ടല്ലേ, കണ്ടന്റിന്റെ ക്ഷാമം ഉണ്ടല്ലേ എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. രണ്ട് ചോദ്യത്തിനും ഒരൊറ്റ ഉത്തരം തന്നെയാണ്. അതായത് സിനിമയിൽ അപ്ഡേറ്റുകൾക്ക് യാതൊരു ക്ഷാമവും ഇല്ല. എനിക്ക് തോന്നുന്നില്ല ക്ഷാമമുള്ള ഒരു മേഖലയാണ് സിനിമ എന്നുള്ളത്. നമുക്ക് ഈവൻ ഇൻസ്റ്റാഗ്രാമിൽ പോലും എത്ര അപ്ഡേറ്റ്സ് ആണ് ഓരോ സിനിമയെ കുറിച്ചും വരുന്നത് നിങ്ങൾക്ക് അറിയാം. ഒരു സിനിമയിൽ തന്നെ പലതരത്തിലുള്ള സാധനങ്ങൾ വരുന്നുണ്ട്. ഈവൻ ലൂസിഫർ ആണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ എമ്പുരാൻ ആണെങ്കിൽ തന്നെ ഡെയിലി രണ്ട് പോസ്റ്റ് വെച്ച് വരുന്നുണ്ട്. അതല്ലാതെ ഒരുപാട് സിനിമകളാണ് വരാനുള്ളത്. ഇപ്പതേ ബസൂക്ക വന്ന പോലെ. അങ്ങനെ കണ്ടന്റിന് ഒരു ക്ഷാമം ഇല്ല, അപ്ഡേറ്റുകൾക്ക് ഒട്ടുമില്ല. ഓരോ അപ്ഡേറ്റുകൾ ഡേ ബൈ ഡേ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. റിയാക്ഷൻ ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. ഹോളിവുഡ് ആണെങ്കിലും ബോളിവുഡ് ആണെങ്കിലും ടോളിവുഡ് ആണെങ്കിലും ഏത് ഫുഡ് എടുത്തു കഴിഞ്ഞാലും ശരി, അവിടെയൊക്കെ അപ്ഡേറ്റുകളുണ്ട്. പിന്നെ ചെയ്യാത്ത വേറൊന്നുണ്ടല്ല, എനിക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ ആളുകൾ കേൾക്കാൻ കുറെ ആഗ്രഹിക്കുന്ന സാധനങ്ങളാണ് തോന്നുന്ന സാധനങ്ങൾ മാത്രമാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അല്ലാതെ എല്ലാ സാധനങ്ങളും വെറുതെ വെച്ച് വലിച്ചു വാരി പറയാറില്ല. ചെറിയ ചെറിയ അധികം വെള്ളം അറിഞ്ഞിട്ടില്ലാത്ത അപ്ഡേറ്റുകളൊന്നും അങ്ങനെ ഞാൻ വല്ലാണ്ട് പറയാറില്ല. കാരണം നമ്മൾ ചെറിയൊരു ചാനലാണ്. അപ്പൊ അങ്ങനത്തെ സാധനങ്ങളൊന്നും കേൾക്കാൻ ഒരുപാട് ആളുകളൊന്നും ഇല്ലാന്ന് എനിക്ക് തന്നെ പേഴ്സണലി, എനിക്ക് എന്റെ അവസ്ഥ അറിയാലോ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്ത കേട്ടോ. പിന്നെ ഞാനൊരു ടീച്ചറാണ്. കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കെമിസ്ട്രിയാണ് ഞാൻ എടുക്കുന്ന സബ്ജക്ട്. സോ അതിന്റെ ഇടയിൽ നിന്നും വന്ന് പോകാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ക്ലാസ്സിനും. അതല്ലാതെ എനിക്കൊരു ട്യൂഷൻ സെന്റർ ഉണ്ട്, MTTCയുടെ ഒരു സെന്റർ ഉണ്ട്. TTC പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഇതിന്റെയൊക്കെ സെന്ററുകളുണ്ട്. ഞാനും എൻ്റെ ഒരു പാർട്ണറും കൂടിയാണ്. അപ്പൊ അവിടെ പഠിപ്പിക്കുന്നുണ്ട്, അതല്ലാതെ അവിടെ ഡെയിലി പോകേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ ചില അപ്ഡേറ്റ്സ് ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ ട്രെയിലറോ അങ്ങനത്തെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ വരുമ്പോൾ ലീവ് എടുത്തിട്ടോ അല്ലെങ്കിൽ വെയിറ്റ് ചെയ്ത് കാത്തിരിക്കാറാണ്. സിനിമയ്ക്ക് പോകുന്നതും വ്യാഴം വെള്ളി ദിവസങ്ങളിൽ അധികം കമ്മിറ്റ്മെന്റ്സ് ഒന്നും ഇല്ല. അപ്പൊ ആ ദിവസങ്ങൾ ഫ്രീ ആക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഇങ്ങനെ എൻജോയ് ചെയ്ത് പോകുന്നു. പിന്നെ ഇത് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മേഖല ആയതുകൊണ്ടും എനിക്കിത് പറയുന്നത് ഭയങ്കര താല്പര്യമുള്ളതുകൊണ്ടാണ്. ബസൂക്കയിലേക്ക് വരാം. അതിന്റെ ശേഷം കിട്ടുന്ന പൈസയൊക്കെ എന്താ ചെയ്യണമെന്ന് ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. അതിന്റെ ഒരു കാര്യം പറയാനുണ്ട്. അവിടെ നിൽക്കട്ടെ, നമുക്കിത് കണ്ടതിന് ശേഷം പറയാം. ഇതാണ് ബസൂക്കയുടെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള പോസ്റ്റർ എന്ന് പറയുന്നത്. മെഗാ സാഗ 50 days എന്ന് പറഞ്ഞാൽ 50 ദിവസം കൂടി അങ്ങനെയുള്ളത് ബസൂക്ക നേരിടാൻ പോസ്റ്റർ കേട്ടുക്കാൻ പോസ്റ്റർ. ഈ പോസ്റ്റർ ഞാൻ ഇവിടെ റിയാക്ട് ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്, ഇപ്പൊ നമുക്കതിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന രണ്ട് അപരാധങ്ങളാണ്. അപരാധം ചെയ്തിട്ടൊന്നുമില്ല, പക്ഷെ ആ രീതിയിൽ പറഞ്ഞു നിൽക്കണ്ട. അല്ലെങ്കിൽ രണ്ട് പ്രധാന കുറ്റങ്ങൾ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ കുറ്റമാണ് മമ്മൂക്കക്ക് ഇപ്പൊ ഫൈറ്റ് ചെയ്യാൻ അറിയില്ല, ഡൂപ്പിന് വെച്ച് ചെയ്യുന്നു, ഒരു ആറ്റിറ്റ്യൂഡ് ഇല്ല എന്നുള്ളത്. 100 കോടി ക്ലബില്ല. അതിനോട് എനിക്ക് ഒന്നും പറയാനില്ല. 100 കോടി ക്ലബിലൊക്കെ യഥാർത്ഥത്തിൽ ആർക്കാണുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊഡ്യൂസേഴ്സിന് ഡൗട്ടാണ്. അപ്പൊ അവിടെ ചർച്ച കച്ചറയൊക്കെ കഴിഞ്ഞിട്ട് അവസാനം കാൽക്കുലേറ്റ് ചെയ്ത് അവർ പറയട്ടെ, കറക്റ്റ് ആയിട്ട് ഒരു ഉത്തരം വരട്ടെ, എന്നിട്ട് പറയാം. അതുകൊണ്ട് 100 കോടി ഒരു കാര്യമില്ല, നല്ല സിനിമകൾ വരിക എന്നുള്ളതേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ 100 കോടി കിട്ടിയോ 200 കോടി കിട്ടിയോ നോക്കിയിട്ട് എല്ലാ സിനിമയുടെ BGM അല്ലെങ്കിൽ നല്ല സിനിമ നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, ഫിനാൻഷ്യലി കൊമേഴ്ഷ്യലി അത് ഹിറ്റാണ് നമുക്ക് പറയാമെന്നല്ലാതെ വേറൊരു ഗുണം അതുകൊണ്ടില്ല. നല്ല സിനിമകൾക്ക് തീരെ കളക്ഷൻ കിട്ടാത്ത അവസ്ഥകളും ഉണ്ടായിട്ടുണ്ട്. സോ സിനിമ നല്ലതാണോ അല്ലേ നോക്കുന്നത്, കളക്ഷൻ അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം, എൻ്റെ മാത്രം അഭിപ്രായം. പിന്നെ മറ്റത്, ഈ പോസ്റ്റർ ഒന്ന് നോക്കിയിട്ട് ഇനി നിങ്ങൾ പറയാം പുള്ളിക്ക് ആറ്റിറ്റ്യൂഡ് ഇല്ലാന്ന്. എന്ത് ജാതി സാധനമാണ് ഇത്? കണ്ടിട്ട് നിങ്ങൾ ആറ്റിറ്റ്യൂഡ് ഇല്ലാന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് പറയേണ്ടത്? പറയുന്ന ആൾക്കാരോട്, നിങ്ങൾ പറഞ്ഞ എല്ലാവരോടും അല്ല, അങ്ങനെ പറയുന്ന കുറച്ച് കുരുപുട്ടൻ ടീംസ് ഉണ്ടല്ലോ, അവരോടാണ് പറയണത്. അവിടെ പുള്ളിയുടെ മുഖത്ത് വരുന്ന ഭാവം ഇപ്പൊ പല നടന്മാർക്കും ഭാവം വരുത്താൻ വേണ്ടി ഇങ്ങനെ ഇടങ്ങേറാണ്. കരഞ്ഞാ ചിരിക്കണോ, ചിരിച്ചാ കരയാണോ പോലും അറിയാത്ത എത്ര നടന്മാരുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. അപ്പോ ആ അവസരത്തിൽ മമ്മൂക്കയുടെ മുഖത്ത് നിങ്ങളൊന്ന് നോക്ക്, ആറ്റിറ്റ്യൂഡേ മമ്മൂക്കൊക്കെ ഇല്ലാന്ന്. ഇനി ആക്ഷൻ, എടാ 73-74 വയസ്സ് പ്രായം, നമ്മളൊക്കെ ആ അവസ്ഥയിൽ അത്ര പ്രായം എന്താവെന്ന് പടച്ചമ്പരാൻ അറിയാം. എല്ലാവർക്കും നല്ല ആരോഗ്യം ഉണ്ടാവട്ടെ, അത് പ്രകൃതിയോ ദൈവമോ ആരാ കൊടുക്കുന്ന വെച്ചാൽ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ മമ്മൂക്ക എന്തായാലും ഈ പ്രായത്തിൽ ഇമാതിരി ആറ്റിറ്റ്യൂഡും ഇമാതിരി സ്ക്രീൻ പ്രസൻസും സ്വാഗും ഒക്കെ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ മക്കളെ കുയിന്ത് നല്ലതൊന്നും പറയല്ല ബാക്കി പറയുന്ന ആൾക്കാരോട്. ഇവിടെ ഈ പോസ്റ്റിലേക്ക് ഒന്ന് വന്ന് നോക്കി നിങ്ങള്. ഏതോ ടൂറിസ്റ്റ് ടീം പോലെ ഏതോ ഒരു ടീം അവിടെ നിൽക്കുന്നുണ്ട്. ഏതോ ഒരു വലിയ ബസ് അവിടെ നിൽക്കുന്നുണ്ട്, ടൂറിസ്റ്റ് വന്ന ആൾക്കാരെ പോലെ തോന്നുന്നുണ്ട്. പിന്നെ അവിടെ കുറെ ആൾക്കാർ, അതാണോ ഇനി ലോങ് ഡ്രൈവ് പോണ ഏതെങ്കിലും വണ്ടികളാണോന്നും അറിയില്ല. അതല്ലാതെ അവിടെ ബൈക്ക് മറിഞ്ഞ് കിടക്കുന്നുണ്ട്, വേറൊരു ബൈക്ക് അവിടെ മറിഞ്ഞ് കിടക്കുന്നുണ്ട്.
പുള്ളിക്കാരന്റെ കയ്യിൽ ഒരു ഹെൽമെറ്റ് ഉണ്ട്. അപ്പൊ ബൈക്ക് റൈഡേഴ്സ് എന്തോ തോന്നിയാസം കാണിച്ച് പിടിച്ച് പൊട്ടിച്ചിട്ടേക്കാണ് താഴെ. ആ ഇരുത്തം മുട്ടുകുത്തിലിരുന്ന് നോട്ടം മുഖത്ത സാധനമൊക്കെ നോക്കിയേ. 1 and only മമ്മൂട്ടി. എന്താണ് 74 വയസ്സിൽ ഡ്യൂപ്പിൽ ഉപയോഗിച്ചു? എന്താ പ്രശ്നം? 73 വയസ്സ്, 65 വയസ്സ് കഴിഞ്ഞാൽ തന്നെ ഡ്യൂപ്പിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എന്താ പ്രശ്നം? അതിനല്ലേ ഡ്യൂപ്പും സ്റ്റണ്ട് ആക്ടേഴ്സും ഒക്കെ അവിടെ നിൽക്കുന്നത്. ആൻഡ് ആ സാധനം മുഖത്ത് വരുത്തണ്ടേ? അഭിനയം അതല്ലേ? ആ പ്രായം നമ്മൾ കൺസിഡർ ചെയ്യണം. എന്തൊക്കെ പറഞ്ഞാലും അത് നമ്മള് മമ്മൂട്ടിയാണ് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? 24 വയസ്സ്, 24 വയസ്സ്. പുള്ളി ആ സമയത്ത് ഇമാര് നിൽക്കുന്ന നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യല്ലാതെ വേറെ കുറ്റൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആൻഡ് മാക്സിമം പുള്ളി ചെയ്യുന്നുണ്ട്. അത്ര റിസ്ക് ഉള്ള ഇനി വേറെ ആളുകൾ ചെയ്യും എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ പറയുന്നുണ്ട്. നീ ഉണ്ടെങ്കിൽ തന്നെ എന്താ പ്രശ്നം എന്ന് ചോദിക്കണത്. ഉണ്ടാകുമായിരിക്കാം, എനിക്കറിയില്ല. അതിനെ കുറിച്ച് കൂടുതൽ അറിയത്തോണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ബട്ട് മമ്മൂക്കൊക്കെ ഒരു മാറ്റമില്ല. പുള്ളി ഭയങ്കരമാണ് അഭിനയത്തിന്റെ കാര്യത്തിൽ. മറിച്ചിടാൻ ഒരാളില്ല മക്കളെ, അതിലൊരു ഡൗട്ടും ആർക്കും വേണ്ട. സോ ഇത് കിടിലൻ സാധനമാണ്. അപ്പുറത്ത് ബൈക്ക് റൈഡേഴ്സ് വേറെ ആരൊക്കെ നിൽക്കുന്നുണ്ട്. ആൻഡ് ഈ സിനിമയിൽ കുറച്ച് കിടിലൻ ആക്ഷൻ രംഗങ്ങൾ, കുറച്ച് ഗ്ലാമറസ് ആക്ഷൻ സീക്വൻസ് കാണാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നല്ല രീതിയിൽ അതിന്റെ ഡയറക്ടർ ഗൗതം വാസ്തവ് മേനോൻ ഉണ്ട് കേട്ടോ ഇതിൽ പ്രധാന ഒരു ക്യാരക്ടറിൽ. മമ്മൂട്ടിയൻ ഗൗതം വാസ്തവൻ നമുക്കറിയാലോ. ഗൗതം വാസ്തവൻ മേനോൻ പുള്ളിക്ക് എതിരായിട്ടുള്ളതാണോ അതോ പുള്ളിനെ, അത് നിങ്ങൾ എന്താ വലിയ സംഭവം എനിക്ക് അറിയാം. എന്നാൽ പുള്ളിക്ക് എതിരായിട്ട് പാരലായിട്ട് വേറെ എന്തെങ്കിലും അന്വേഷണം നടത്തുകയോ അല്ലെങ്കിൽ പുള്ളിക്ക് എതിരായിട്ട് എന്തെങ്കിലും അന്വേഷണം നടത്തുകയോ ചെയ്യുന്ന ഒരാളായിരിക്കാം. എന്നാൽ ഇദ്ദേഹത്തിനോട് ഒരു അഡ്മിറേഷൻ അല്ലെങ്കിൽ ഇഷ്ടമുണ്ട്. അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിന്റെ ഗ്ലിംസ് ഒക്കെ വന്ന സമയത്ത്. ഡീനോ ഡെന്നീസ് ഇത് നല്ല രീതിയിൽ ചെയ്യും എന്നും ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നു. സോ ഇത് കിടിലൻ പോസ്റ്ററാണ്, അല്ല ഒന്നും പറയല്ല. ബസൂക്കയുടെ ഒരു പക്ഷേ വന്നിട്ടുള്ളതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് പോസ്റ്റർ ഇതാണ്. ഇതല്ലാതെ മുടി വെച്ചിട്ടുള്ള സാധനമൊക്കെ നല്ലതായിരുന്നു. പക്ഷെ എന്നാൽ പോലും ഇതിനൊരു ഭയങ്കര ഒരു വെറൈറ്റി സാധനം ഫീൽ ചെയ്യുന്നുണ്ട്. അവിടെ ആൾക്കാർ കിടക്കുന്ന സാധനം, അവിടെ ബസൂക്ക എഴുതിയ സ്ഥലമാണെങ്കിലും എല്ലാം കൊണ്ടും ഒരു കിഡിലൻ സാധനം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മേ ബി കളങ്കാവിൽ ഒരു സൂപ്പർ സിനിമ ആയിരുന്നെങ്കിൽ പോലും അതിനേക്കാൾ നല്ല പോസ്റ്റർ വർക്ക് ഇതാണ്. അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. സോ April 10 തിയേറ്ററിൽ ഒരു കാണലുണ്ട്. ഇനി ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യം, അതായത് കിട്ടുന്ന പൈസക്ക് എന്താ ചെയ്യണമെന്ന്, ആക്ച്വലി ഇതിനെക്കുറിച്ച് ഒരിക്കലും പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളതല്ല. കാരണം പറഞ്ഞ് നമ്മൾ അല്പത്തരം കാണിക്കുന്നത് എന്തിനാണെന്നുള്ളത് കൊണ്ട് ഞാൻ പറയാറില്ല. ഒന്ന്, നമ്മുടെ ചാനൽ അറിയാം 17.500 സംതിങ് സബ്സ്ക്രൈബേഴ്സാണ് നമുക്കുള്ളത്. വ്യൂ ആണെങ്കിലും തിരക്കേടില്ലാത്തൊരു 4K 2K 5K ചിലത് 10K ചിലത് 20 ചിലത് 40 50 60 70 കിട്ടിയതുണ്ട്. 90 1 lakh കിട്ടിയിട്ടുള്ള ഷോർട്സ് അടക്കം ഉണ്ട്. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മിക്സ് ഉണ്ടെങ്കിൽ പോലും പൊതുവെ നമുക്കൊരു 3K 5K 10K 15K ആ റേഞ്ചിൽ ഇങ്ങനെ കളിച്ച് നിൽക്കുന്ന ചാനൽ. അപ്പൊ അതിനനുസരിച്ചുള്ള എമൗണ്ട് നമുക്ക് വരാറുള്ളത്. വരുന്ന എമൗണ്ടിൽ ഞാൻ ഇത് പറയുന്നത് ഒരിക്കലും ശരിയാണോ തെറ്റാണോ പോലും എനിക്കറിയാം. ചോദ്യം ഒരുപാട് ആളുകൾ പൈസ ഉണ്ടാക്കുന്നേ എങ്ങനെ വന്നിരുന്നാൽ വെറുതെ തള്ളിയാൽ മതി എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. എല്ലാ യൂട്യൂബേഴ്സും ചിലപ്പോൾ കേൾക്കുന്നുണ്ടാവും. എന്നെ സംശയം തന്നെ വരുന്നതുകൊണ്ട് ജസ്റ്റ് പറയുന്നുള്ളൂ. പിന്നെ മാത്രമല്ല ഇത് നിങ്ങൾ അറിയേണ്ടതും കൂടിയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു പരിധി വരെ പറയുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കട്ടെ. അതായത് കിട്ടുന്ന എമൗണ്ടിന്റെ ഒരു എത്ര പെർസെന്റ് ഞാൻ പറയുന്നില്ല. ആ പേഴ്സൺ, അതായത് ഞാൻ ഇപ്പോൾ സിനിമ കാണാൻ പോകുമ്പോൾ ടിക്കറ്റിന് വരുന്ന ചിലവ് കാര്യങ്ങളൊക്കെ അതൊന്നും കൂട്ടാറില്ല. മൊത്തത്തിൽ എനിക്ക് 1 മാസത്തിലോ 2 മാസം കൂടുമ്പോഴോ ഒക്കെ എത്രയാണ് എമൗണ്ട് വരുന്ന എമൗണ്ടിന്റെ ഇത്ര പെർസെന്റ്, ചെറിയ പെർസെന്റ് അല്ല, ഓൾമോസ്റ്റ് ഒരു 50% അടുത്ത്, ഇത്രയും പറയുന്നില്ല, ഞാൻ ഒരു അത് അർഹതപ്പെട്ട ആർക്കെങ്കിലും കൊടുക്കാറുണ്ട്. എവറി മന്ത് ഒരു 7-8 മാസത്തോളമായിട്ട് ഞാനിത് ചെയ്യുന്നുണ്ട്. ഞാനിത് പറയാൻ കാരണം നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതുകൊണ്ടും ഈ ചാനൽ കാണുന്നതുകൊണ്ടും അത് കാരണം വന്ന വ്യൂ കൊണ്ടും മാത്രം കിട്ടുന്ന എമൗണ്ട് അല്ല. ഞാൻ വെറുതെ ഒന്ന് വായിട്ടളിച്ചിട്ടല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ കാണുന്നു, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. നല്ല മെസ്സേജ് അയക്കുന്നു, ഒരുപാട് സപ്പോർട്ട് ചെയ്ത് ഇനിയും വിവരങ്ങൾ എത്തട്ടെന്നും അല്ലെങ്കിൽ നല്ല വീഡിയോ ആണെന്നും അല്ലെങ്കിൽ മിസ്റ്റേക്കുകൾ ചൂണ്ടിക്കാണിച്ച് അത് ക്ലിയർ ചെയ്യാൻ പറഞ്ഞിട്ടൊക്കെ ഒരുപാട് മെസ്സേജസ് പേഴ്സണലായിട്ട് ഇൻസ്റ്റാഗ്രാമിലും അതല്ലാതെ ചാനലിലൊക്കെ വരാറുണ്ട്. കൂടുതലും ഇൻസ്റ്റാഗ്രാമിലാണ് വരാറുള്ളത്. നിങ്ങളത് കാണുന്നതുകൊണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ആ എമൗണ്ട് കിട്ടുന്നത്. വലിയ എമൗണ്ട് ഒന്നുമില്ല, ചെറിയ എമൗണ്ട് എനിക്ക് കിട്ടാറുള്ളൂ. പക്ഷെ ആ എമൗണ്ടിൻ്റെ ഒരു ഭാഗം ഞാൻ ചെയ്യാറുണ്ട്. അത് ഇന്നല്ല, ദൈവം സഹായിച്ച് എത്ര കാലം പോകുന്നു, മേ ബി വളർച്ച ഉണ്ടാകുകയാണെങ്കിൽ അനുസരിച്ച് പൈസ കൂടുകയാണെങ്കിലും ആ കറക്റ്റ് എമൗണ്ട് കൃത്യമായിട്ടുള്ള ഒരു പെർസെൻറ്റേജ് ആണ്, അത് കറക്റ്റായിട്ട് കൊടുക്കണം എന്നാണ് വിശ്വസിക്കുന്നത്. ദൈവം എന്നെ സഹായിക്കട്ടെ, നിങ്ങളെ സഹായിക്കട്ടെ. താങ്ക് യു.